അല്ല, ബാഗിൽ നിന്ന് പണം കിട്ടിയില്ലെന്നറിയുമ്പോ ഇനി അമ്മയുടെ സ്വഭാവം മാറുമല്ലോ. അദ്ദേഹത്തിനെതിരെ പുതിയൊരു ആക്രമണം ഉടനെ പ്രതീക്ഷിക്കാം. അതിലൊന്നും ആ മനുഷ്യന് ഒരു ടെൻഷനും ഇല്ല. ഇനി എന്തു വന്നാലും നേരിടാന്നുള്ള തീരുമാനത്തിലാണെന്നാ എനിക്ക് തോന്നുന്നത്. 10-12 കൊല്ലം സുശീലോടൊപ്പം ജീവിച്ചവനല്ലേ ശേഖരൻ. അവൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള തന്റെ ഇടം അവനില്ലാതിരിക്കോ ഇന്ദിര? ഇത് പിടിച്ചു നിൽക്കലും ചെറുത്തു നിൽക്കലൊന്നും അല്ലല്ലോ ഭാനുമേ. സുശീലയുടെ മുമ്പിൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുകയല്ലേ ശേഖരൻ. അത് കാണുമ്പോഴല്ലേ നമുക്കൊക്കെ വിഷമം തോന്നുന്നത്. അതെ, ഇനി പണം കിട്ടാത്തതിന്റെ ദേഷ്യം അമ്മ ഇനി അങ്ങോട്ട് കാട്ടാൻ തുടങ്ങിയാൽ ചിലപ്പോ മറ്റാരും അറിയാതെ അദ്ദേഹം ആ പണം എടുത്ത് അമ്മയ്ക്ക് കൊടുക്കാനും മതി. ശരിയാ, അമ്മയുടെ ദയ അനുകമ്പയും പിടിച്ചു പറ്റി അവിടെ നിലനിൽക്കാന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ വെറും 2 ലക്ഷം കൈ വെച്ചോണ്ടൊന്നും അമ്മയുടെ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റില്ലല്ലോ. അതിനൊരു മിനിമം ഒരു 20 കോടിയെങ്കിലും വേണ്ടിവരും. എന്തായാലും ശേഖരൻ ഇനിയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സുശീലയ്ക്കിപ്പോ തോൽവി മാത്രമല്ല സംഭവിച്ചത്, അവളെല്ലാവരുടെയും മുമ്പിൽ വിഡ്ഢിയാവുകയും കൂടി ചെയ്തത്. അതിന്റെ തിരിച്ചടി എന്തായാലും സുശീല ശേഖരൻ നൽകിയിരിക്കും. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. ഇന്നും എന്റെ ക്ലാസ് മുടങ്ങി. ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ദേമേ, കുറച്ചുകൂടി കഴിഞ്ഞ് വന്നാ മതിയായിരുന്നല്ലോ. ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ. ഞാൻ മാഡത്തിനെ വിളിച്ചു. ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നീ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? ആ സമയമുള്ളപ്പോ നീ പോയാ മതി. അത് ശരി, അമ്മ തന്നെയല്ലേ എന്നോട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പറഞ്ഞത്? എന്റെ കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങി തരാന്ന് അമ്മ പറഞ്ഞിട്ടല്ലേ ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടത്. അമ്മ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഡീ, അയാൾ ഇന്ന് ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ലേ ഇവിടെ? രാവിലെ തന്നെ അലക്കുപണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞമ്മേ. തുണി വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയതുണ്ട്, അതും പെട്ടെന്ന് കഴിഞ്ഞു. ഹോ, അപ്പൊ ജോലി എളുപ്പത്തിൽ തീർത്ത് സുഖിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ അല്ലേ? കാണിച്ചു തരുന്നുണ്ട് ഞാൻ. തന്നോട് ആരോട് പറഞ്ഞത് വാഷിംഗ് മെഷീൻ ഇട്ട് തുണി അലക്കാൻ? ആഹാ, അങ്ങനെ ഇപ്പൊ താനേ സുഖിക്കണ്ട. അമ്മ, പണി എളുപ്പമാകാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിയിരിക്കുന്നോ? എന്നെ പറ്റിക്കാന്നാണോ തന്റെ വിചാരം? ആണോ? എല്ലാം എടുത്തോണ്ട് വീണ്ടും കൈകൊണ്ട് കഴുക. താനിപ്പോ വല്ലാതെ വിളച്ചിലെടുക്കുന്നുണ്ട്. കഴുക. ഇതെന്തൊക്കെ കാണിക്കുന്നേ? മാറി നിൽക്കട്ടെ അങ്ങോട്ട്. ഡോ, തന്റെ ബുദ്ധിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഈ സുശീല ആരാണെന്നേ തനിക്ക് അറിയില്ലടോ. എന്റെ വീട്ടിൽ നുഴഞ്ഞു കയറി എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നോടോ. താൻ എന്താ വിചാരിച്ചത്? തന്നെ എവിടെ ഇട്ട് കൊന്നാ പോലെ എന്നോട് ആരും ചോദിക്കില്ലടോ. എന്താ സുശീല ഇത്? ഞാൻ എന്ത് ചെയ്തു? ചെയ്തെന്താണെന്ന് തനിക്ക് അറിയില്ലടോ. അറിയിപ്പിച്ചു തരാം. തന്നെ ഞാൻ അറിയിപ്പിച്ചു തരാവടോ. അമ്മയൊന്ന് നിർത്ത്. ഇതൊക്കെ ആരെങ്കിലും കണ്ട അമ്മയ്ക്ക് തന്നെ നാണക്കേട്. ഇങ്ങോട്ട് കാണിച്ചു തരാവടോ. താൻ നോക്കിക്കോ. ഇനിയാണ് താൻ അനുഭവിക്കാൻ പോണേ. നോക്കിക്കോ.